റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ അത് റീലോഞ്ചിന് ശേഷം നിരവധി ആരോപണങ്ങൾ പലപ്പോഴും നേരിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ പല വിധത്തിലുള്ള പരാക്രമം കാണിക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ പല ആളുകളും ആ ചാനലിനെ വിളിച്ചുകൊണ്ടിരുന്നത് മരംമുറി ചാനൽ എന്നാണ്. പക്ഷേ അഭിമാനത്തോടുകൂടി തന്നെ പറയട്ടെ, ഞാനൊരിക്കലും ആ ചാനലിനെ മരംമുറി ചാനൽ എന്ന് വിളിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം അങ്ങനെ വിളിക്കുന്നതിന് എന്തൊക്കെയോ ഒരു മാനസികമായ ബുദ്ധിമുട്ട് തന്നെ എന്നിലുണ്ടായിരുന്നു. ഞാനൊരിക്കലും അരുണിനെ കയറി മൊട്ട എന്നൊന്നും വിളിച്ചിട്ടില്ല. ചില ആളുകളൊക്കെ തന്നെ, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരൊക്കെ തന്നെ കുതിരമൊട്ട ജേർണലിസം എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് അവരൊരു പരിപാടി നടത്തിയതും പിന്നെ തലമൊട്ടയടിച്ച് നോക്കിക്കൊണ്ട് കുതിരമൊട്ട ജേർണലിസം എന്നും ഉള്ളിയുടെ പടമൊക്കെ ഇടുന്ന പണിയൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ വളരെ കുറച്ചുകൂടി വസ്തുതാപരമായിട്ടാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇന്നെനിക്ക് ആദ്യം പറയാനുള്ള, ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യവും അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം. ആദ്യത്തെ വാചകം, ഇനി ആൻഡോ അഗസ്റ്റിൻ അത്തരത്തിൽ മരം മുറിച്ചു എന്നുള്ളത് ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ആൻഡോ അഗസ്റ്റിനോട് കേരളം ക്ഷമിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആൻഡോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ആൻഡോ അഗസ്റ്റിൻ്റെ ഒരു സംഭാഷണം ഞാൻ കേട്ടു. അത് വളരെ കൃത്യമായി ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട്, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്ന ഒരു സംഭാഷണമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആൻഡോ പറഞ്ഞത്, റിപ്പോർട്ടർ ചാനലിൻ്റെ കയ്യിൽ തന്നെ വിട്ടോളാൻ പറഞ്ഞ് റെഡിയായിരിക്കുന്ന 3ഓളം ആരോപണങ്ങളുണ്ടെന്നാണ്. ഞാൻ അതിനു മുമ്പ് തന്നെ പറഞ്ഞു, നമ്മുടെ അടുത്ത ചാനലുകൾക്കൊന്നും ഇത് അറിയാഞ്ഞിട്ടല്ല. ചാനലുകളൊക്കെ ഇതിനു മുമ്പ് നിരവധി ആരോപണങ്ങൾ വന്നാണ്. റിപ്പോർട്ടർ ചാനലിൽ 3എണ്ണമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു നിരവധി കേസുകൾ ഇതുമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പീഡന പരാതികൾ അവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അവരതിൽ നിന്ന് കുറച്ച് മാത്രമേ ഇന്നലെ പുറത്തു വിട്ടുള്ളൂ. പുറത്തു വിട്ടപ്പോൾ ഇവനൊരു അഭ്യാസം കാണിച്ചു. അതായത് ഇവൻ വന്നിട്ട് ആദ്യം പറഞ്ഞത് CPM-ലെ അന്തഛിദ്രം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഗർഭഛിദ്രം ആദ്യം ചർച്ച ചെയ്യുക, എന്നിട്ട് നമുക്ക് CPM-ലെ അന്തഛിദ്രം ചർച്ച ചെയ്യാം. അന്തഛിദ്രമൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ്, അതൊക്കെ കോൺഗ്രസിനകത്തുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഇന്നലെ ആൻഡോ അഗസ്റ്റിൻ വന്നിരുന്ന ആ മറ്റേ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറഞ്ഞ കാര്യമെല്ലാം തന്നെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളിനി കേരളത്തിലെ 1000 തേക്ക് മരമോ ഈട്ടി മരമോ ഒക്കെ വിറ്റ് നിങ്ങൾ 300 കോടി ഉണ്ടാക്കി എന്നാണ് ചില ആളുകളൊക്കെ പറയുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളോടും ഞാനത് പറഞ്ഞ് തർക്കിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ ഇനി വിറ്റു എന്ന് തന്നെ വിചാരിക്കട്ടെ. വിറ്റാൽ പോലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം അതിനേക്കാൾ വലിയൊരു സേവനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ. അത് ആൻഡോയെ മാത്രം അഭിനന്ദിച്ചാൽ പോരാ. ഇപ്പം ആൻഡോയാണെങ്കിലും ആ റിപ്പോർട്ടർ ചാനലിലെ എല്ലാ ടീം, അരുൺകുമാർ ആണെങ്കിലും അതുപോലെ ഏറ്റവും ഗംഭീരമായത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റോഷിപാൽ ആണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെ ശരിയായ നിലപാടെടുത്ത ഒരാളാണ്. റോഷിപാലിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. റോഷിപാൽ ഇപ്പോൾ മാത്രമല്ല കേട്ടോ, ഒരു നടിയെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്ത കേസിലുമൊക്കെ തന്നെ ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാൾ മറ്റ് ചില ചാനലുകളിലൊക്കെ ചെന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ടെന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ ആ ചാനലുകളൊക്കെ അത് മൈൻഡ് ചെയ്യാതിരിക്കുകയും ദിലീപിനെതിരെ അത്ര വാർത്തകൾ കൊടുക്കാൻ അവർക്ക് ധൈര്യമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ചാനലിൽ ചെന്നവർ ഷൂട്ട് ചെയ്തു. പക്ഷേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പോലും മാസങ്ങളോളം അത് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ MV നികേഷ് കുമാറും ഈ പറയുന്ന റോഷിപാലും ഒക്കെയാണ്, അത് ട്രിവാൻഡ്രം ബ്യൂറോ ചീഫാണ് റോഷിപാലുമാണ് അത് കൃത്യമായിട്ട് ഏറ്റെടുക്കുകയും അത് കേരള സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ ആൻഡോ അഗസ്റ്റിനും അതുപോലെ തന്നെ അഗസ്റ്റിൻ ബ്രദേഴ്സും ഒക്കെ തന്നെ അത് ഏറ്റെടുക്കുമ്പോൾ എനിക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഈ ചാനൽ എങ്ങനെയാകും എന്നുള്ളത്. കാരണം പക്ഷേ എങ്കിൽ പോലും അവരുടെ ഒരു ഞങ്ങൾ രാഷ്ട്രീയം പറയും എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു റീലോഞ്ചിന് മുമ്പായിട്ട് ഈ സ്മൃതിയും അതുപോലെ അരുണും നികേഷ് കുമാറും അതുപോലെ സുജയ പാർവതിയും പിന്നെ ആൻഡോ അഗസ്റ്റിനും മറ്റേ അനിൽ ഐരൂരും ഒക്കെ ഇരുന്ന് ഉള്ള പരിപാടി തന്നെ ഞാനൊരു 3 തവണ വെറുതെ കണ്ടതാണ്. എനിക്കതിനോടുള്ളൊരു ഞാൻ 3 തവണ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിലധികമുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാം കണ്ടപ്പോൾ പോലും എനിക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഈ ചാനലിൻ്റെ ഇപ്പം നികേഷ് പുലർത്തിയിരുന്നിട്ടുള്ള ഒരു നിലപാട് തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇന്നലെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മുൻവിധികളിൽ, എൻ്റെ സംശയങ്ങളിൽ ഒക്കെ തന്നെ എനിക്ക് വലിയ കുറ്റബോധം തോന്നി. കാരണം ഇന്നലെ ആൻഡോ അഗസ്റ്റിൻ അതിഗംഭീരമായി പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒന്നാണ്, ആൻഡോ അഗസ്റ്റിൻ നിങ്ങളിനി എത്ര മരം കേരളത്തിലെ മുറിച്ചു വിറ്റാലും അതിനേക്കാൾ വലിയ നന്മയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് കേരളം അത് മറക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുള്ളത് കൊണ്ടാണ് ഒരു MLA, ആ MLAയുടെ ഈ പറഞ്ഞ പോലെ മഹാവൃത്തികേടുകൾ മറ്റു പല ചാനലുകൾക്ക് അറിയാമായിരുന്നിട്ടും അവരൊക്കെ കൊടുക്കാതിരുന്നിട്ടും നിങ്ങളത് ധൈര്യത്തോടെ കൊടുക്കുകയും നിങ്ങളത്തിൻ്റെ പുറത്തേക്ക് വിട്ടിട്ടുള്ള ശബ്ദശകലത്തെ വോയിസ് ക്ലിപ്പിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത് ആർക്കും ജനറേറ്റ് ചെയ്യാമല്ലോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പോഴും ഇത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം അദ്ദേഹം കാണിച്ചില്ല. പക്ഷെ അങ്ങനെ സംശയം അവർക്കെതിരെ ഉയർത്തിയപ്പോൾ പോലും കൃത്യമായിട്ട് അവർ ബാക്കിയുള്ള ചാറ്റുകൾ പുറത്തേക്ക് വിട്ടത് ഇന്നലെ രാത്രി ഒരു സ്ത്രീ വന്നിട്ട് ഇവനെ ഞാൻ റേപ്പ് ചെയ്യണത് പോലെ, അതായത് മറ്റൊരു സ്റ്റേറ്റിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്യുന്ന പോലെ റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതും ഒക്കെ തന്നെ പുറത്തേക്ക് വിട്ടു. ഇന്നിപ്പോൾ റോഷിപാൽ
ഒരു 16 മിനിറ്റിൻ്റെ ഓഡിയോ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഓഡിയോ അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. ഒരു 40-42 മിനിറ്റിൻ്റെ ഓഡിയോ ആണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളം ഫേസ് ചെയ്യാനിരുന്ന ഈ പറയുന്ന പോലെ ഒരു ഗോവിന്ദച്ചാമിയുടെക്കാൾ ഇരട്ടിയുള്ള രാഹുൽ ചാമിയുടെ ഈ പറയുന്ന പോലെ MLA സ്ഥാനം വലിയ തോതിൽ വലിയ പ്രശ്നമായി മാറിയത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു റേഷൻ കാർഡിന് വേണ്ടി, ഒരു ആധാർ കാർഡിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ ഒരു MLA കാണാൻ എത്തുന്നവരുടെ നമ്പർ ഒരു പെർ ഡേ ആവറേജ് എടുത്താൽ ഏറ്റവും കുറഞ്ഞത് ഒരു 20-30 ആളുകൾ വരും. ഏറ്റവും കുറഞ്ഞത് ഒരു കൗൺസിലറുടെ അത്ര ആളുകൾ വരും, അതിൽ കൂടുതലുണ്ടാകും 30 ആളുകൾ വരും. കൂടാതെ ഇവർ ഇത് ഇവൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടും ഇവൻ്റെ ഈ പറയുന്ന പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ടും ഇവന് എത്തിക്കപ്പെടാൻ കഴിയുന്ന ആളുകളുടെ നമ്പർ കൂടിയാരെ ഈവൻ ഗവൺമെൻറ് സർവീസിലുള്ള ആളുകൾ മുതൽ നിങ്ങൾ അറിയേണ്ടത് നിരവധി ആളുകൾ ഈ പിടിയിൽപ്പെട്ടു പോയേനെ. ഇപ്പോഴും ഒരു കാര്യം നിങ്ങൾ അറിയണോട്ടാ, ഇവൻ്റെ കരകളിൽ പെട്ടിട്ടുള്ള നിരവധി ആളുകൾ ഈ മൈക്കുമായിട്ട് അവൻ്റെ അടുത്തേക്ക് വന്ന ജേർണലിസ്റ്റ് അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വനിതാ ജേർണലിസ്റ്റുകൾക്ക് പോലും അങ്ങേറ്റം ഭീഷണിയായി മാറുമായിരുന്ന പാലക്കാട്ടിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് പോലും വലിയ പ്രശ്നമായി മാറുമായിരുന്ന ഒരു MLAയുടെ തനിനിറം തുറന്ന് കാട്ടിയത് കൊണ്ട് ഇനി നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സഹിച്ചു. കാരണം മരം വീണ്ടും വളരും. പക്ഷേ മനുഷ്യൻ്റെ ഈ പറഞ്ഞ പോലെ മനസ്സുകളെ വെട്ടിക്കളഞ്ഞാൽ അത് പിന്നീട് ചിലപ്പോൾ വളരണം എന്നില്ല. ഇന്നും 16 മിനിറ്റുള്ള ഒരു വീഡിയോയിൽ ഒരു പെൺകുട്ടി പറഞ്ഞേക്കണത് ഞാനൊരു പരാതിയായിട്ട് പോകുന്നില്ല, കാരണം ഇത് അങ്ങേയറ്റത്തെ ക്രിമിനലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി ക്രിമിനൽമാർ നമ്മുടെ പല മേഖലകളിലും വിഹരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്താണെങ്കിലും അവരെ കൂടി ഒന്ന് പേടിപ്പെടുത്താനും ഒരു ക്രിമിനലില്ലെങ്കിൽ ഒരു ക്രിമിനലില്ല, അതായത് പരിധി വിട്ട എല്ലാ പരിധിയും വിട്ട് ആളുകളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ പുറത്തു കൊണ്ടുവരാൻ താങ്കൾ കാണിച്ച ആർജവത്തിന് നന്ദിയെന്ന് മാത്രമല്ല, താങ്കൾ ഇന്നലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇരുന്ന് പറഞ്ഞൊരു കാര്യം, ഇത് റിപ്പോർട്ടർ ചാനലിൻ്റെ കീഴിൽ തന്നെ 3 എണ്ണം ഇപ്പോഴും റെഡി ആയിട്ടിരിക്കുകയാണ്, വേണമെങ്കിൽ പുറത്തേക്ക് വിടാൻ. അവർ വിട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിടും എന്നാണ്. അതായത് വിൻസെൻറ്റിൻ്റെ കേസുമായിട്ടോ അല്ലെങ്കിൽ മുകേഷിൻ്റെ കേസുമായിട്ടോ മറ്റു പല കേസുകളുമായിട്ടോ ഒന്നും ഇതിനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ, മുകേഷിൻ്റെ കേസിൽ പോലുള്ളൊരു കാര്യം, സിനിമാ മോഹവുമായിട്ട് നടക്കുന്ന, ആ സിനിമയിൽ അവസരം കിട്ടണമെന്ന് പറഞ്ഞ് ചെല്ലുന്ന ആളുകളെ മാത്രമേ ഇത്തരം പരിപാടികൾക്ക് വേണ്ടി മുകേഷ് എന്ത് ചെയ്തിട്ടുള്ളൂ, റെഡിയാക്കിയിട്ടുള്ളൂ. അത് തെറ്റാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് പരിപൂർണമായും തെറ്റാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് അതിനേക്കാൾ വലിയൊരു ദുരന്തമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ബലത്തിൽ, CPM എന്ന് പറയുന്ന സംഘടനയുടെ ബലത്തിലോ MLAയുടെ ബലത്തിലോ അല്ല മുകേഷ് ഈ വൃത്തികേട് കാണിച്ചത്. അതുകൊണ്ട് MLA ആക്കിയില്ലെങ്കിലും ചിലപ്പോൾ മുകേഷ് മറ്റേ CPMൻ്റെ നേതാവായില്ലെങ്കിലും ഒക്കെ തന്നെ മുകേഷ് ഇത് തുടരാൻ കഴിയും. ആ തുടരാൻ കഴിയുന്ന നിരവധി സാഹചര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ അതല്ല. ഇവൻ ഇത്രയും വലിയ കൊടും ക്രിമിനലായി വളർന്നതിൻ്റെ പിന്നിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നത് വിശാലമായിട്ടുള്ള ഒരു പാർട്ടി, ഗാന്ധിജിയുടെയൊക്കെ പാർട്ടി കൊടുത്തിട്ടുള്ള ഒരു സ്ഥാനങ്ങളുണ്ട് എന്ന് നിങ്ങളൊന്നും അറിയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഗവൺമെൻറ്റിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭരണഘടനാപരമായി ഒരു MLA എന്ന് പറയുന്ന പൊസിഷൻ തന്നെ വളരെ വലുതാണ്. എന്ന് പറഞ്ഞാൽ ഒരു DGPയേക്കാൾ വലുതുള്ള, പ്രോട്ടോക്കോൾ അനുസരിച്ച് അത്രയും വലുതുള്ള ഒരു പോസ്റ്റ് കൂടി ഇവർ കിട്ടിയിരിക്കുന്നു. അത് തന്നെ ഈ പാലക്കാടിലെ നിരവധി കേരളത്തിലെയും ഒക്കെ ജനങ്ങളെ കബളിപ്പിച്ച് ഇവൻ്റെ ഒരു സ്യൂഡോ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നു. അതിന് മുൻകൈ എടുത്തിട്ടുള്ള റിപ്പോർട്ടർ ചാനലിലെ എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ആൻറ്റോ താങ്കൾ ചെയ്തിട്ടുള്ള ഈ പറയുന്ന പോലെ ഇനി ചെയ്തു എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു വാദത്തിന് ഉണ്ടെങ്കിൽ പോലും ആ മരമുറി പോലും ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, കേരളം ക്ഷമിച്ചിരിക്കുന്നു. അതിനേക്കാൾ വലിയ ഒരു കള്ളനെ താങ്കൾ മുറിച്ച് താഴെയിട്ടിരിക്കുന്നു. അവൻ ഒരു ഭീകരനായ കുറ്റവാളിയാണ്. ഗോവിന്ദച്ചാമിയേക്കാൾ വലിയ രാഹുൽ ചാമിയാണ്, ദ റേപ്പിസ്റ്റാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരുത്തനെ തുറന്നു കാട്ടിയതിന് ഒരുപാട് നന്ദി.